In the table above, find the position of the numbers that are terms of the respective sequences. അതായത് താഴെ തന്നിട്ടുള്ള ടേബിളിൽ തന്നിട്ടുള്ള ടേംസ് ഇല്ല, ചില ടേംസ് ഈ സീക്വൻസിലെ ടേംസ് ആണെന്ന് നമ്മൾ കണ്ടു. ആ ടേംസ് എത്രാമത്തെ ടേംസ് ആണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, അവയുടെ പൊസിഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സീക്വൻസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് എന്നൊക്കെ നമ്പർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സീക്വൻസിൽ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ആണല്ലോ. അപ്പോൾ അടുത്തടുത്തുള്ള രണ്ട് ടേംസ് ആണ് 11 22. അവയുടെ ഡിഫറൻസ് 22 - 11, അത് എത്രയാണ്? 11. ഓക്കെ, ഇനി 132 ഈ സീക്വൻസിലെ ടേം ആണ്, എസ് എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എക്സ് അത് nth ടേം ആണെന്ന് എടുക്കാം, എക്സ് = 132 ആണെന്ന് എടുക്കാം. പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരു ടേം, ഞാനിവിടെ 22 എന്ന ടേം, അത് രണ്ടാമത്തെ ടേം ആണ് അല്ലേ, x2 ആണ് 22. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ് ആണല്ലേ. അപ്പോൾ ഈ xnഉം x2ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? xn - x2 = കോമൺ ഡിഫറൻസ് 11 ആണല്ലോ. 11 ഇൻറ്റു പൊസിഷൻ ഡിഫറൻസോ, xnൻ്റെ പൊസിഷൻ n ഉം x2ൻ്റെ പൊസിഷൻ 2 ആണ്. പൊസിഷൻ ഡിഫറൻസ് n - 2. ഓക്കെ, ദാറ്റ് ഈസ് xn നമ്മൾ 132 ആണ് എടുത്തിട്ടുള്ളത്. 132 - x2 എന്താണ്? 22 = 11 ഇൻറ്റു n - 2. 132 - 22 എത്രയാണ്? 110 ആണല്ലേ. അപ്പോൾ 110 = 11 ഇൻറ്റു n - 2. അപ്പോൾ ഇതിൽ നിന്ന് n - 2 കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 11നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ, അപ്പോൾ ഇൻറ്റു 11നെ കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 11 ആകും. അപ്പോൾ 110/11 = n - 2. ഓക്കെ, ദാറ്റ് ഈസ് n - 2 = 110/11 10 ആണല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് എന്നിൻ്റെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 2നെ ഇവിടെ മൈനസ് ചെയ്തേക്കുവാണ്. അപ്പോൾ -2നെ കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +2 ആകും. സോ n = 10 + 2, അതായത് 10 + 2 12 ആണല്ലേ. അപ്പോൾ n 12 ആണ് അല്ലേ. അപ്പോൾ 12th ടേം ആണ് എന്ത്? 132. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സോ 132 ഈസ് 12th term of this sequence. ഓക്കെ, ഇനി സെക്കൻഡ് നോക്കാം. സെക്കൻഡ് സീക്വൻസ് ഏതാ? 12 23 34 ആണല്ലേ. അപ്പോൾ അതിലെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ 12ഉം 23യും അടുത്തടുത്തുള്ള ടേംസ് ആയതുകൊണ്ട് അവയുടെ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് ആണല്ലേ. അപ്പോൾ 23 - 12 അത് എത്രയാണ്? 11 തന്നെയാണ്. ഇതിൽ എസ് വന്നിട്ടുള്ള 100-നാണ്. 100 ഈ സീക്വൻസിലെ ടേം ആണ്. അപ്പോൾ അത് നമുക്ക് xn nth ടേം ആയിട്ട് എടുക്കാം. ഓക്കെ, xn = 100. പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരു ടേം എടുക്കാം. ഞാൻ ഈ സീക്വൻസിലെ 34 എന്ന ടേം ആണ് എടുക്കുന്നത്. അത് തേർഡ് ടേം ആണല്ലോ 34 ഈ സീക്വൻസിൻ്റെ. അപ്പോൾ x3 = 34. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ് ആണല്ലേ. അപ്പോൾ xnൻ്റെയും x3യുടെയും ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് xn - x3 = കോമൺ ഡിഫറൻസ് 11 ആണ് ഇൻറ്റു പൊസിഷൻ ഡിഫറൻസോ, xnൻ്റെ പൊസിഷൻ n ഉം x3യുടെ പൊസിഷൻ 3 ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് n - 3. ഓക്കെ, xn 100 അല്ലേ. 100 - x3 എത്ര? 34 = 11 ഇൻറ്റു n - 3. 100 - 34 എത്ര? 66 ആണല്ലേ. അപ്പോൾ 66 = 11 ഇൻറ്റു n - 3. ഇതിൽ നിന്ന് നമുക്ക് n - 3 ആദ്യം കാണാം. അതിന് വേണ്ടിയിട്ട് 11നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുവാണ്. അപ്പോൾ ഇൻറ്റു 11നെ കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 11 ആകും. സോ 66/11 = n - 3. 66/6 6 അല്ലേ. സോ 6 = n - 3. അപ്പോൾ ഇതിൽ നിന്ന് എന്നിൻ്റെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 3 ഇവിടെ മൈനസ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ -3യെ കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +3 ആകും. സോ 6 + 3 = n. 6 + 3 9 അല്ലേ. അപ്പോൾ 9 = n. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 9 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? xn ആണല്ലോ 100, n 9 ആണ്. അപ്പോൾ x9 ആണ് 100, അതായത് 9th ടേം ആണ് 100. സോ 100 ഈസ്
9th term of this sequence. ഓക്കെ, ഇനി തേർഡ് സീക്വൻസ് നോക്കാം. തേർഡ് സീക്വൻസ് എന്താ? 21, 32, 43 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് കാണാം. അതായത് ഏതെങ്കിലും രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ്, അതായത് 32 - 21. അതായത് അടുത്തടുത്തുള്ള രണ്ട് ടേംസാണ് 21 ഉം 32 ഉം. അവയുടെ ഡിഫറൻസ് 32 - 21, അതെത്രയാണ്? 11 ആണ്. ഇനി നമുക്ക് ഈ സീക്വൻസിൽ ഏതാണ് ടേം ഉള്ളത്? 1000 ഈ സീക്വൻസിലെ ടേം, 1000 എസ് ആണ് തന്നിട്ടുണ്ട്, 1000 ഈ സീക്വൻസിലെ ടേം ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ XN ആണ്, nth ടേം ആണ് 1000 എന്ന് എടുക്കാം. ഓക്കെ, എന്നിട്ട് എന്നിൻ്റെ വാല്യൂ കാണാം. പിന്നെ വേറെ ഒരു ടേമും കൂടി എടുക്കാം. ഇതിൽ ഞാനിവിടെ 43 ആണ് എടുക്കുന്നത്. ഓക്കെ, 43 ഈ സീക്വൻസിൽ എത്രാമത്തെ ടേമാണ്? തേർഡ് ടേമാണ് അല്ലേ? അപ്പോൾ X3 ആണ് 43. X3 = 43. തേർഡ് ടേം ആയതുകൊണ്ടാണ് X3 ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്കറിയാം ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്ന കോമൺ ഡിഫറൻസിൻ്റെ പൊസിഷൻ ഡിഫറൻസ് ആണ്. അപ്പോൾ XNൻ്റെയും X3യുടെയും ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? XN - X3 = കോമൺ ഡിഫറൻസ് 11 ആണ് തന്നിട്ടുണ്ട്, ഇൻറ്റു പൊസിഷൻ ഡിഫറൻസോ XNൻ്റെ പൊസിഷൻ N ഉം X3യുടെ പൊസിഷൻ 3 ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് N - 3. ഓക്കെ, XN 1000 അല്ലേ? അപ്പോൾ 1000 - X3 എന്താ? തേർഡ് ടേം 43 ആണ്, = 11 × N - 3. 1000 - 43 എത്രയാണ്? 957 ആണല്ലേ? സോ 957 = 11 × N - 3. ഇതിൽ നിന്ന് നമുക്ക് N - 3 കാണാം ആദ്യം. അതിന് വേണ്ടിയിട്ട് 11 ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ? അപ്പോൾ ഇൻറ്റു 11 = പ്രത്യേകം കൊണ്ടുപോകുമ്പോൾ ബൈ 11 ആകും. സോ 957 / 11 = N - 3. 957 / 11 എത്രയാണ്? 87 ആണല്ലേ? സോ 87 = N - 3. അപ്പോൾ ഇതിൽ നിന്ന് എന്നിൻ്റെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് 3 ഇവിടെ മൈനസ് ചെയ്തേക്കുമല്ലേ? അപ്പോൾ -3 = അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +3 ആകും. സോ 87 + 3 = N. ദാറ്റ് ഈസ് 87 + 3 എത്രയാണ്? 90 ആണല്ലേ? സോ 90 = N. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 90 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? അതായത് XN ആണല്ലോ 1000, അതായത് എന്നിൻ്റെ വാല്യൂ 90 ആണ്. അപ്പോൾ X 90 ആണ് 1000 അല്ലേ? X 90 എന്ന് പറഞ്ഞാൽ 90th ടേം. സോ നമുക്കെന്ത് പറയാം? 1000 ഈസ് 90th ടേം ഓഫ് ദിസ് സീക്വൻസ്. ഫോർത്ത് സീക്വൻസ് നോക്കാം. ആദ്യം ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ആണല്ലോ. അപ്പോൾ സീക്വൻസ് 1/4, 1/2, 3/4 എക്സെട്ര ആണ്. 1/4 ഉം 1/2 ഉം അടുത്തടുത്തുള്ള ടേംസ് ആയതുകൊണ്ട് അവയുടെ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് ആണ്. സോ 1/2 - 1/4 അതെത്രയാണ്? അര ഭാഗത്തിൽ നിന്നും കാൽഭാഗം പോയാൽ കാൽഭാഗമാണ് അല്ലേ? 1/4 ആണ്. ഓക്കെ, ഇതാണ് കോമൺ ഡിഫറൻസ്. ഇപ്പോൾ 3ഉം 4ഉം ഈ സീക്വൻസിലെ ടേം ആണെന്ന് കിട്ടിയിട്ടുണ്ട്, എസ് എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം 3 nth ടേം ആണെന്ന്, അതായത് XN ആണെന്ന് എടുക്കാം. പിന്നെ 4 mth ടേം XM ആയിട്ട് എടുക്കാം, XM = 4 എന്ന് എടുക്കാം. പിന്നെ ഈ സീക്വൻസിൽ ഏതെങ്കിലും ഒരു ടേം, ഞാനിവിടെ ഹാഫ് എന്ന ടേം രണ്ടാമത്തെ ടേം ആണല്ലോ ഈ സീക്വൻസിൻ്റെ. അപ്പോൾ X2 ആണ് ഹാഫ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ് ആണ്. ഇപ്പോൾ XNൻ്റെയും X2ൻ്റെയും ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ XN - X2 = കോമൺ ഡിഫറൻസ് 1/4 ആണെന്ന് കിട്ടി. സോ 1/4 ഇൻറ്റു പൊസിഷൻ ഡിഫറൻസോ XNൻ്റെ പൊസിഷൻ N ഉം X2ൻ്റെ പൊസിഷൻ 2 ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് N - 2. XN എത്രയാണ്? 3 അല്ലേ? അപ്പോൾ 3 - X2 ഹാഫ് = 1/4 ഇൻറ്റു N - 2 എന്ന് വെച്ചാൽ ഈ 1/4നെ ബ്രാക്കറ്റിൽ ഓരോ ടേമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ 1/4 ഇൻറ്റു N എന്ന് പറഞ്ഞാൽ
എന്താണ് 1 ഇൻറ്റു എൻ ബൈ 4. 1 ഇൻറ്റു എൻ എൻ അല്ലേ, സോ എൻ ബൈ 4. പിന്നെന്താ 1 ബൈ 4 ഇൻറ്റു -2 ആണ്. -1 ഇൻറ്റു 2 ബൈ 4 എന്ന് വെച്ചാൽ -2 ബൈ 4 ആണ്. -2നെ നമുക്ക് -2 ഇൻറ്റു 1 എന്ന് എഴുതാം. 4നെ നമുക്ക് 2 ഇൻറ്റു 2 എന്ന് എഴുതാം അല്ലേ, കാരണം -2 ഇൻറ്റു 1 എന്ന് വെച്ചാൽ -2 തന്നെയാണ്. 2 ഇൻറ്റു 2 എന്ന് വെച്ചാൽ 4 ആണ്. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള 2ഉം ഡിനോമിനേറ്ററിലുള്ള 2 കൂടി ക്യാൻസൽ ചെയ്യാം. ബാക്കി ഒരു മൈനസ് ഇൻറ്റു 1 -1 ബൈ 2 ആണ്. ഓക്കെ, അപ്പം -1 ഇൻറ്റു 2 ബൈ 4 എന്ന് വെച്ചാൽ എന്താണ് -1 ബൈ 2. ഓക്കെ, അപ്പോൾ ഈ ഈക്വൽ ടുവിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലും -1/2 ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും -1/2 ഉണ്ട് അല്ലേ. അപ്പോൾ -1/2 കട്ട് ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള എന്താണ് 3 = n/4. അപ്പോൾ ഇതിൽ നിന്ന് എന്നിൻ്റെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് 4നെ ഇവിടെ ബൈ ചെയ്തേക്കുമല്ലേ, അപ്പോൾ ബൈ 4നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 4 ആകും. സോ 3 × 4 = n. 3 × 4 12 അല്ലേ, സോ 12 = n. അപ്പോൾ എൻ്റെ വാല്യൂ എന്താണ് 12 ആണ്. ഓക്കെ, അതിനർത്ഥം എന്താണ് n 12 ആണ്, അതായത് xn ആണല്ലോ 3, n 12 ആണ്, അപ്പോൾ x12 ആണ് 3 അല്ലേ. സോ നമുക്കെന്ന് പറയാം, സോ 3 ഈസ് 12th ടേം ഓഫ് ദിസ് സീക്വൻസ്. ഇനി എക്സമ്മും ഈ സീക്വൻസിലെ ടേം ആണെന്ന് കണ്ട്, അപ്പോൾ എക്സമ്മും x2 തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അതായത് xm മൈനസ് x2 = എന്താണ് ടേം ഡിഫറൻസ് എന്താണ് കോമൺ ഡിഫറൻസ് ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ ടേം ഡിഫറൻസ് ആണ് xm മൈനസ് x2, കോമൺ ഡിഫറൻസ് 1/4 ആണെന്ന് കണ്ട്. പൊസിഷൻ ഡിഫറൻസോ xmൻ്റെ പൊസിഷൻ എമ്മും x2ൻ്റെ പൊസിഷൻ 2 ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് m - 2. xm എത്രയാണ് 4 അല്ലേ, സോ 4 മൈനസ് x2 ഹാഫ് ആണ്. ഹാഫ് = 1/4 × m/2 എന്ന് വെച്ചാൽ 1/4 × m എന്താ 1 × m/4, അതെന്താ m/4 ആണ് അല്ലേ, m/4. പിന്നെ 1/4 × -2 എന്ന് വെച്ചാൽ എന്താണ് 1 × -2/4 അല്ലേ. അത് എത്രയാണ് 1 × -2/4 എന്ന് വെച്ചാൽ 1 × -2/4നെ നമുക്ക് 2 × 2 എന്ന് എഴുതാം. ന്യൂമറേറ്ററിൽ 2ഉം ഡിനോമിനേറ്ററിൽ 2 ക്യാൻസൽ ചെയ്യാം, ബാക്കി ഒരു മൈനസ് ഡിനോമിനേറ്റർ അല്ലേ, അപ്പം -1/2. ഓക്കെ, അപ്പോൾ -1/2 ആണ്. അപ്പോൾ ഈക്വൽ ടുവിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലും ഒരു ഹാഫ് ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഒരു -1/2 ഉണ്ട്. 2 -1/2 കൂടി ക്യാൻസൽ ചെയ്യാം. ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തുള്ള -1/2 ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ള എന്താ 4 = m/4. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എമ്മിൻ്റെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് 4നെ ഇവിടെ ബൈ ചെയ്തേക്കുമല്ലേ, അപ്പോൾ ബൈ 4നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 4 ആകും. സോ 4 × 4 = m. 4 × 4 എന്താ 16 അല്ലേ, സോ 16 = m. അപ്പോൾ എക്സ് എം ആണ് എന്ത് 4 അല്ലേ, എം 16 ആണല്ലോ, അപ്പോൾ x 16 ആണ് 4, അതായത് 16th ടേം ആണ് 4. ഓക്കെ, അപ്പോൾ എന്ത് പറയാം 4 ഈസ് 16th term of this sequence. ഓക്കെ, ഇനി 5th ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള 2 ടേംസിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഈ സീക്വൻസ് ആണ് 3/4, 1.5, 2.5 ഒക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ ഈ സീക്വൻസിൽ അടുത്തടുത്തുള്ള ടേംസ് ആണ് 3/4ഉം 1.5. അപ്പോൾ അവയുടെ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് ആണ്. സോ 1.5 മൈനസ് 3/4 അത് എത്രയാണ് 1.5നെ നമുക്ക് ആദ്യം സാധാ ഫ്രാക്ഷൻ ആക്കാം. 1.5 എന്ന് വെച്ചാൽ മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ അതിനെങ്ങനെ സാധാ ഫ്രാക്ഷൻ ആക്കാം, ആദ്യം 1 × 2, 1 × 2 ആണല്ലോ, സോ 2 പ്ലസ് ന്യൂമറേറ്റർ 1 ആണ് ബൈ ഡിനോമിനേറ്റർ 2, ദാറ്റ് ഈസ് 3/2. അപ്പോൾ 1.5 എന്ന് വെച്ചാൽ 3/2 ആണ്. സോ 1.5ന് പകരം 3/2 എന്ന് കൊടുക്കുക. 3/2 മൈനസ് 3/4 അത് എത്രയാണ് 3/2 മൈനസ് 3/4 എന്ന് വെച്ചാൽ 3 × 4 അത് എത്ര 12 ആണ്. അടുക്കുള്ള സൈന് മൈനസ് ആണ്. പിന്നെ 2 × 3 6 ആണ്, ഡിവൈഡഡ് ബൈ ഈ 2 × 4 അത് 8, ദാറ്റ് ഈസ് 12 - 6 6 അല്ലേ, സോ 6/8 ദാറ്റ് ഈസ് 6നെ നമുക്ക് 3 × 2 എന്ന് എഴുതാം, ബൈ 4 8നെ നമുക്ക് 4 × 2 എന്ന് എഴുതാം.
കാരണം 3 into 2 എന്ന് വെച്ചാൽ 6 ആണ്, 4 into 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ന്യൂമറേറ്ററിലുള്ള 2 ഡിനോമിനേറ്ററിൽ 2 കൂടി ക്യാൻസൽ ചെയ്യും, ബാക്കിയുള്ള 3/4. ഓക്കെ, അപ്പോൾ 3/2 മൈനസ് 3/4 എന്ന് വെച്ചാൽ എന്താ, 3/4 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് 3/4. ഓക്കെ, ഇനി നമുക്ക് ഈ സീക്വൻസിൽ 3 ഒരു ടേമാണ്, എസ് എന്ന് കിട്ടിയിട്ടുണ്ട്. അത് nth ടേം ആണെന്ന് എടുക്കാം. x = 3 എന്ന് എടുക്കാം. പിന്നെ ഏതെങ്കിലും ഒരു ടേം, ഞാനിവിടെ ഫസ്റ്റ് ടേം 3/4 ആണ് എടുക്കുന്നത്. ഫസ്റ്റ് ടേം x1 ആണല്ലോ, അപ്പോൾ x1 ആണ് 3/4. ഓക്കെ, പിന്നെ നമുക്കറിയാം ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ 2 ടേംസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ, കോമൺ ഡിഫറൻസിൻ്റെ പൊസിഷൻ ഡിഫറൻസ് ആണ്. അപ്പോൾ xnൻ്റെയും x1ൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ, xn മൈനസ് x1 = കോമൺ ഡിഫറൻസ് എന്താ, 3/4 ഇൻറ്റു പൊസിഷൻ ഡിഫറൻസോ, xnൻ്റെ പൊസിഷൻ എന്നും x1ൻ്റെ പൊസിഷൻ 1 ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് n-1, ദാറ്റ് ഈസ് xn എത്ര, 3 അല്ലേ. സോ 3 മൈനസ് x1 എന്താ, 3/4 = 3/4 ഇൻറ്റു n-1 എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ ഓരോ ടേമിനെയും 3/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3/4 ഇൻറ്റു n എന്ന് വെച്ചാൽ 3 ഇൻറ്റു n/4, അതായത് 3n/4. പിന്നെ 3/4 ഇൻറ്റു -1 എന്ന് വെച്ചാൽ 3 ഇൻറ്റു -1/4, അതായത് -3/4. ഓക്കെ, അപ്പോൾ ഈക്വൽറ്റിൻ്റെ രണ്ട് സൈഡിലും -3/4 ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യാം. -3/4 ഈക്വൽറ്റിൻ്റെ രണ്ട് ഭാഗത്തും ആയതുകൊണ്ടാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള എന്താണ്, 3 = 3n/4. അപ്പോൾ ഇതിൽ നിന്നും n-ൻ്റെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 3 ഇവിടെ ഇൻറ്റു ചെയ്തേക്കുവാണ് അല്ലേ. അപ്പോൾ ഇൻറ്റു 3 = അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /3 ആകും. 4നെ ഇവിടെ ബൈ ചെയ്തേക്കുവാണ്, ഡിവൈഡ് ചെയ്തേക്കുവാണ്. അപ്പോൾ /4നെ =ൻ്റെ അവിടെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 4 ആകും. ഓക്കെ, അപ്പോൾ 3 × 4/3 = n. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള 3യും ഡിനോമിനേറ്ററിലുള്ള 3യും കൂടി ക്യാൻസൽ ചെയ്യുക, ബാക്കിയുള്ളത് 4 ആണല്ലേ. സോ 4 = n. അപ്പോൾ n-ൻ്റെ വാല്യൂ 4 ആണ് കിട്ടി. അപ്പോൾ അതിനർത്ഥം എന്താണ്, സോ n 4 ആണ്, xn ആണ് 3 അല്ലേ. n 4 ആയതുകൊണ്ട് x4 ആണ് 3, അതായത് 3 ഈസ് 4th ടേം ഓഫ് ദിസ് സീക്വൻസ്. ഓക്കെ.